ഹലോ എന്നെ മനസ്സിലായ? ഞാൻ കണ്ടിട്ടുണ്ട്. ഏടെ കണ്ടിനി? എന്റെ അപ്പുറത്തെ വീട്ടിൽ കളിക്കുന്ന കണ്ടിട്ടുണ്ട്. നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ താമസക്കാരനാണ്. എന്ന് പഠിക്കുന്നത്? ഞാൻ PSC കോച്ചിങ് ചെയ്തോണ്ടിരിക്കുക. ഏടാ? മൊയ്തു സാറിന്റെ അടുത്ത്. മൊയ്തു സാറിന്റെ കോച്ചിങ് സെന്ററിലാ? മൊയ്തു സാർ എന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്താണ്. മൊയ്തു സാർ പറഞ്ഞാണ് ഇപ്പൊ നമ്മള് താമസിക്കുന്നത്. പുതിയ വീട് വെക്കുന്നുണ്ട്. നിങ്ങളാ പരിചയപ്പെടാൻ നല്ല ഉണ്ടായിനി. പക്ഷെ നിന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നല്ലേ? വാട്ട് ഈസ് പാഷൻ സാറിന്റെ എന്താ പേര്? നിശാഗന്ധി. നിശാഗന്ധി എന്റെ അമ്മായിയുടെ പേര്. പക്ഷെ അമ്മായിക്ക് ഈ പേരുകൊണ്ട് ഒരു ഗുണമില്ല. കാരണം അമ്മായിനെ ആരും വിളിക്കില്ല, യക്ഷിപ്പാറു നിനക്ക് വിളിക്കും. അമ്മാനടക്കം എപ്പോഴും കാണും കേട്ടോ. നമുക്കൊരു സന്തോഷമല്ലേ നമ്മളെ പരിചയപ്പെടുന്നു, സംസാരിക്കുന്നെല്ലാം. എനിക്ക് അവിടെ ആരും സുഹൃത്തുക്കളില്ല. അച്ഛൻ മാത്രം എപ്പോഴും വർത്താനം പറഞ്ഞുകൊടുക്കും. അപ്പൊ നമ്മുടെ അയൽവാസിയല്ലേ അല്ലേ? വരുന്ന വണ്ടി ഇല്ല, ഞാൻ നടന്നു പോയിക്കോ. എവിടെ പണി നീ? PSC കോച്ചിങ്ങിന് പോകാം. ഈ വഴിയിലാ? അല്ല, വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിലേക്ക് പോവായിരുന്നു. ഇയാളെ അപ്പുറത്തെ വീട്ടിലെ കണ്ണമായിട്ട് വർത്താനം പറഞ്ഞു. നീ നിനക്ക് എന്താടി? പഠിക്കാൻ പോയാൽ പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോകണം. പോടി. ഞാനേ കണ്ണി കണ്ട ഒരാളല്ല. ഓളെ വീട്ടിലെ തൊട്ടിപ്പുറം താമസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അല്ല, അതുകൊണ്ടൊന്നുമില്ല. അതുകൊണ്ട് എന്താ? അയൽവാസി. ഒരാവശ്യം വന്ന് ഓടിപ്പോണ്ട ഞാനാ. അവൾക്ക് ആവശ്യത്തിന് കുടുംബക്കാരുണ്ട്, ഞങ്ങള് ആൾക്കാരുണ്ട്. നിങ്ങള്? ഞാൻ ആരാവട്ടാ? നീ നിങ്ങൾ ആരാന്ന്? പേര്? എന്റെ പേര് ഉണ്ണി. ഉണ്ണിയാ? അച്ഛൻ പട്ടാളത്തിലാണ്. അതുകൊണ്ട് നീ എന്ത് ബോംബ് ഇട്ട് കളയോ? ഇല്ല, ഇവിടെ പട്ടാളക്കാർ ഒരുപാട് പേരുണ്ട്. ഞാൻ എന്ത് ചെയ്തു ചേട്ടാ? നീ ഒന്നും ചെയ്യണ്ട. കുടുംബത്തിൽ പറഞ്ഞ പെമ്പിളരെ വഴി തടഞ്ഞു നിർത്തി സംസാരിക്കാൻ ഇത് സ്ഥലം വേറെയാണ് കേട്ടാ. പോ എടുത്തോളാം. ഇല്ല ചേട്ടാ, ഞാനേ എന്റെ വീടിനടുത്ത് എന്താ? വീടിനടുത്താണെങ്കിൽ എന്താണ്? താമസിക്കുന്ന വീടിന് തൊട്ടപ്പുറത്തെ അതൊക്കെ ആങ്ങളാണ്. നീ അവനെ പരിചയപ്പെടും കേട്ടോ. ആണുങ്ങളായിട്ട് പരിചയപ്പെടും. ഓടാ. എന്തൊക്കെയാണ് പേര്? എവിടെയൊക്കെ അന്വേഷിച്ചു ബ്രോ. ഇത് അതെ, ഒരു ഹെൽപ്പ് ചെയ്യണമല്ലോ. എന്തുപറ്റി? ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടേ. പക്ഷെ ഒരു റീച്ചും ഇല്ലാണ്ട് വർക്കൗട്ട് ആവുന്നില്ല. എന്താ വീഡിയോ എന്താ ചെയ്യണപ്പോ? വീഡിയോ നമ്മൾ ട്രാവൽ ബ്ലോഗ് ചെയ്ത് ഫുഡിന്റെ ചെയ്ത് 4 കൊല്ലം മുമ്പ് ഞങ്ങൾ ചെയ്ത സാധനം ആവണ്ടൊന്നും കാര്യമില്ല. ആൾക്കാരല്ലേ, അച്ഛന്റെ പേര് കൊണ്ട് കളയരുത്. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതെ, എന്റെ ക്രിയേറ്റീവ് ഹെഡ് ഇതാണ് ഉണ്ണി. പക്ഷെ പുള്ളി പറഞ്ഞു തന്നെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവണില്ല. ഒക്കെ ചീറ്റി പോണേന്ന്. പുതിയ ഐഡിയ വല്ലതും ഉണ്ടോ? അത് 3 പറഞ്ഞ് ചീറ്റ് ചെയ്ത് നോക്കണ്ട. ഇപ്പൊ നമ്മളൊന്ന് ചെയ്യാനാ പോകുന്നത്. എന്താ? സത്യമാഷി, ഇവന്റെ അച്ഛൻ കിടക്കുന്ന കിടക്കേന്റെ അടിയിൽ ഒരു കരിമൂർക്കനെ കൊണ്ടിടാം. അപ്പൊ അച്ഛൻ രാത്രി ഇങ്ങനെ നോക്കുമ്പോ ഇത് സാധനം എണീച്ചിരിക്കുമ്പോ അച്ഛൻ എണീച്ചിരിക്കും. 2 വീഡിയോയിലൊക്കെ പറഞ്ഞാൽ വൈറലാവുമല്ലോ. അത് നടക്കില്ല, നീ ഒന്നും എന്താ? പാമ്പ് കൊത്തി കഴിഞ്ഞാൽ അച്ഛൻ തീർന്നു പോലോ. പക്ഷെ സാധനം വൈറലാവല്ലോ. അത് ശരി, അച്ഛൻ തീർന്നിട്ട് സാധനം വൈറലായിട്ട് എന്ത്? അത് നോക്കണ്ട. എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു. എനിക്ക് രക്ഷപ്പെടണം. യൂട്യൂബറിലായിട്ട് എനിക്ക് രക്ഷപ്പെടണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ പാട്ട് പാടൂ? പാട്ട് പാടൂല. ഡാൻസോ? ഡാൻസ്. മിമിക്രി ഉണ്ടോ? മിമിക്രി അറിഞ്ഞൂടാ. അഭിനയം എന്തെങ്കിലും? അഭിനയം വരുന്നില്ല. ഒന്നുമില്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞാ എനിക്കിപ്പോ യാതൊരു കഴിവുമില്ല. യൂട്യൂബിൽ രക്ഷപ്പെടുകയും വേണം. അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് ഐഫോൺ ഉണ്ട്. ഐഫോൺ ഇപ്പൊ ഒരു കഴിവല്ലല്ലോ. അല്ല, ഇത് വെച്ച് രക്ഷപ്പെടാനല്ലോ. ഏകദേശം ഈ ഞാനും ഒരേ റൂട്ടാ. എനിക്കും യാതൊരു കഴിവില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ഭയങ്കര റീച്ചാണ്. നമ്മള് പ്രാങ്ക് കൊണ്ട് രക്ഷപ്പെട്ടല്ലേ. പേടിയില്ലേ? ആര്? പ്രാങ്കൻ. എന്തിനാണ് ഇതിനൊക്കെ? നമ്മളെ ലാസ്റ്റ് പ്രാങ്കിന് എത്രയാടാ വ്യൂവേഴ്സ്? 1.5 മില്യൺ. കണ്ടാ? മദ്യക്കുപ്പി എടുത്ത് ഓടി കളവായി. അപ്പൊ ഞാൻ വന്ന പ്രാങ്ക് ചെയ്യാം. പ്രാങ്ക് ചെയ്യണ്ട, അത് ഞങ്ങൾ ചെയ്യണ്ടല്ലോ. അനക്ക് ഞാൻ വേറെ ഐഡിയ പറഞ്ഞുതരാം. അതെ, ഇപ്പൊ രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് മസാല ചേർക്കാം. ചിക്കൻ മസാല? ചിക്കൻ മസാല അല്ല ചെങ്ങായി. അനക്ക് എന്തേലും ഇതിന് മുമ്പ് പണി? ഡ്രൈവർ. എന്തിന്റെ? JCB. വെറുതെ അല്ല. അതെ, ഞാൻ പറഞ്ഞതേ ഇക്കിളിപ്പെടുത്തുക. ഞാൻ എത്ര ഇക്കിടിയാലും ഇവനെ എടുപ്പിടൂല. ഇതൊന്നും മിണ്ടാണ്ടൊക്കെ പ്രേക്ഷകർ ഇക്കിളിപ്പെടുത്തുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുക. എങ്ങനെ? സംഭവം മനസ്സിലായോ? ഇല്ല. ആൾക്കാർക്ക് ചെറിയൊരു ഇക്കിലേക്ക് വരുത്തല്ല. എന്ത് പ്രശ്നം? വീഡിയോ കാണിക്കണ്ടല്ലോ. പുതിയ ട്രെൻഡാണ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ ഇഷ്ടമാണോ? നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ?
ഞങ്ങളെ പുതിയ ഡയലോഗ് ചോദിക്കണം അവരോട്. പബ്ലിക് റിവ്യൂ. കുറച്ച് ചെക്കന്മാരുടെ അടുത്ത് പോയിട്ട് ഓരെ കുറച്ച് ഒപ്പീനിയൻ ചോദിക്കുക, പെൺകുട്ടിയുടെ അടുത്ത് പോയി ചോദിക്കുക. അപ്പൊ ഓരോ മറുപടി കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമ്മ ഉളത്തരം പറയണം. അതല്ലേ ഇതങ്ങോട്ട് വൈറലാവും. പബ്ലിക് റിവ്യൂ എത്ര പേര് എടുക്കുന്നുണ്ട്? അപ്പൊ പബ്ലിക് റിവ്യൂ ആണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്താൽ ഞാനിപ്പോ ഇതിലേക്ക് കടക്കാൻ നിൽക്കുക. അയ്യോ വേണ്ട വേണ്ട, ഞാൻ കടന്ന് ഞാനപ്പോ ഇന്നോട്ട് തുടങ്ങിയാണ്. ഞാൻ ഇക്കളി പൊളിക്കും. പൊളിക്ക്. ഓക്കെ. പിന്നെ ഒരു ഉപകാരം ചെയ്യാൻ പറ്റും. എന്താണ്? ഇവനെ നിങ്ങൾ എടുത്തിട്ട് ഇവനെ എനിക്ക് തരാൻ പറ്റും. അയ്യോ ഇത് നമ്മളെ ചങ്ക് ബ്രോണ് മോനെ. തീർത്തി കളില്ല. ചെല്ലേ. ക്ലിപ്പെടുത്താൻ തുടങ്ങി. സാറേ അതെ, നമ്മളിപ്പോ പഞ്ചായത്തിന് മറ്റേ ബസ് സ്റ്റോപ്പ് പാസ്സാക്കിയല്ല, ആ ബസ് സ്റ്റോപ്പ് പാസ്സാക്കിയോണ്ട് മാക്കിയില്ല പഞ്ചായത്ത് ഒന്നാകെ വരെയെന്ന്. നമുക്കും ബസ് സ്റ്റോപ്പ് പോകണം, ബസ് സ്റ്റോപ്പ് പോകണം. ബസ് സ്റ്റോപ്പ് നമുക്ക് അനുവദിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത്? ബസ് സ്റ്റോപ്പും ആ സ്ഥലത്തിന്റെ പേരിലേലും എന്റെ പേര് വലുതായിട്ട് എഴുതി വെക്കണം. അത് പക്ഷെ അടങ്കൽ തുക കൂടുതലാന്ന് പറഞ്ഞിട്ട് 2-3 ആൾ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അതിനൊരു പണി ചെയ്താ പോരെ? ഇവിടുത്തെ പ്രവർത്തകരെ വിട്ടിട്ട് നമ്മുടെ പഴയ പോസ്റ്ററൊക്കെ ഇരിപ്പില്ലേ ഇവിടെ? എന്തെങ്കിലും വാഹനജാഥ ധർണയുടെ പോസ്റ്റർ ആ പൈസ കാണിച്ചതിനോട് ഒട്ടിച്ചു വെക്ക്. ഒരു പോസ്റ്റർ അവിടെ ഇരുന്നാൽ പിന്നെ ആളുകൾ അത് കൊണ്ടുവന്ന് കുറെ ഒട്ടിച്ചോളൂ, അതങ്ങോട്ട് പോവും. അപ്പൊ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ പൈസ കാണുമല്ലോ. പൈസ കാണണ്ട, എന്റെ പേര് മാത്രം കണ്ടാ മതി. അത്രേ വേണ്ടു. മതി. ഇനി ഇതൊക്കെ എന്ന് പഠിക്കാനാണ് നിങ്ങള്? ശരിയാണ്. ഞാൻ ചോദിക്കാം സാറേ, നമ്മളിപ്പം കോട്ടിക്കൊള്ളുന്ന കുപ്പേര വരെയുള്ള സ്ഥലം ഉണ്ടല്ലോ, റോഡ്. നമ്മൾ ആ ഭാഗത്ത് പോകണ്ട. ഇപ്പം ഹൈവേ അത് ഞാൻ മിനിയാന്ന് അതിലേ പോകുമ്പോൾ ഭയങ്കര സന്തോഷം ജനങ്ങൾക്ക്. MLA ഉള്ള റോഡ്. അത് എനിക്ക് ഒരുപാട് അഭിനന്ദനം കിട്ടി. പക്ഷെ അത് നമ്മുടെ റോഡല്ല. അത് MP ഫണ്ടിൽ നിന്ന് ചെയ്തതാണ്, അയാള് ചെയ്തതാണ്. അത് MLA പ്രാദേശിക അല്ല 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 അല്ല, അവർക്കറിയില്ല. ആളുകൾ മുഴുവനും ഞാൻ ചെയ്താന്നാണ്. ഞാൻ പോയി പറയാ നമ്മളതല്ല. വേണ്ട, പറയണ്ട, അങ്ങനെ പറയാൻ നിൽക്കണ്ട. നമ്മൾ ചെയ്തതിൽ അയാൾക്കും പേര് കിട്ടണ്ട, അയാൾ ചെയ്ത വലിയ വലിയവർക്ക് എനിക്കും പേര് കിട്ടണ്ട്. അതിപ്പോ അത് വ്യക്തത കൊടുക്കണ്ട. അതെന്തായാലും നല്ല കാര്യം. അതേ, ആ MP ഫണ്ടിൽ നിന്നേ സാറേ ആ MP ഫണ്ടിലോട്ട് നിർദ്ദേശിക്കാനുള്ള ഒരു ഫയലില്ലേ, എടുക്കത്. പിന്നെ വേറൊരു കാര്യമുണ്ട് സാറേ, നമുക്കൊരു ചെറിയൊരു സംശയമുണ്ട് സാറേ. സാറേ അല്ല സാറേ, പഠിക്കുമ്പോഴേ ഇല്ലൊരു സംശയമാണ്. 5-8 കൊല്ലം സ്കൂളിൽ പഠിച്ചു ഞാൻ, ഉപേക്ഷിച്ച് രാഷ്ട്രീയം പഠിച്ചല്ലോ. പിന്നെ ഇതിപ്പം 1-2 സമയത്ത് എനിക്ക് ഇങ്ങനെ മനസ്സിൽ തേട്ടി വരുന്നു. നമ്മുടെ രാജ്യം ഇന്ത്യ, മുകളിൽ തന്നെ ഒരു കുഴപ്പമില്ല. എന്താ കൊണ്ടാ? ഇല്ല ഇല്ല, മുകളിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ ഇതിൻ്റെ ഞാൻ നേരത്തെ നോക്കും. ന്യൂസിലാൻഡ് അടിയിലിതാ എടുത്തത് താരൊക്കെ വീണൂലേ വെള്ളത്തിലേക്ക്. എങ്ങനെ പിടിച്ചു നിൽക്കും സാറേ ഇതാ? ജാതി മെനകെട്ടവന്മാര് കൂടെ ഉള്ളതുകൊണ്ടാണ് മനുഷ്യന്റെ പേര് പോണത്. പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. അത്യാവശ്യം ഉണ്ടാവട്ടോ, അത്യാവശ്യം ഒന്നും വിചാരിക്കാൻ പാടില്ല. സാധനം മേടിക്കാൻ വേണ്ടി അത്യാവശ്യം. സാറ് പ്രീമിയം കൗണ്ടറിൽ പോയിരിക്കുന്നു. സാറിന് ഇവിടെ ചുമതലയില്ലല്ലോ. സാറേ ഇതൊന്ന് സാധനം കൊടുക്കുക. അല്ല, അത് അയാള് ബില്ലാക്കട്ടെ. അയാള് ബില്ലാക്കുമല്ലോ. എന്റെ അടുത്ത് ഇല്ലെന്ന് സാറെന്നാ സാറിന്റെ പാട് നോക്കി. ഇവിടെ നിന്ന് പറയല്ലേ, ഇവിടെ തിരക്കാണ്. പ്രീമിയം കൗണ്ടറിലൊന്നും ഈ ഉച്ചടമ്പോ ഒരു തിരക്കുണ്ടാവില്ല. ഇത് ഈ കൈ കുറച്ച് വരുന്ന കൂതറകൾ രാവിലെ വരുന്ന പോലെ അവിടെ ഉച്ച കഴിയണ തിരക്ക് വരാം. ഒരാളെ രമേശന്റെ അവിടെ ആവുന്ന നോക്കിക്കോളൂ. സാറ് ഇവിടെ ഇരുന്ന് എന്നെ സഹായിക്കും. ഹലോ, ഇവിടെ ഓർമ്മ നിന്നതിലല്ല അവിടെ ഇത് വല്ലതും നടക്കും. ഒരു കഷ്ടമാണിത്. ഒന്ന് പിടിച്ചു മാറ്റുന്ന അയാളാ. ഞങ്ങൾ മണിക്കൂറും ക്യൂ നിൽക്കണാണ്. ഹലോ, ആളുകൾ നിക്കണ കണ്ടില്ലേ? എവിടുന്ന് വന്നാണ് ഇയാള്? പുറകെ പോയി നിക്കാൻ നടപടിയാവില്ല. ആളുകൾ നീ ചെല്ല് മാറ്, മാറ്റ്. പൈസ വേണ്ട, മാറ്. നീ പുറകെ പോയി നിക്കടാ സാധനം വേണമെങ്കിൽ. വേണ്ട വേണ്ട. അപ്പൊ ഇവരൊക്കെ എന്തിനൊക്കെയാണ് കാണാൻ നിൽക്കുന്നത്? അവര് നീ മാറിയാ പോയ നടക്കൂല. പൈൻ്റ് കൊടുത്തേ ഓട്ടറാ. എന്താണ് കേട്ടോ? കുറച്ചുകൂടെ മനോട് സംസാരിച്ചൂടെ? മനുഷ്യന് സമയം ഇറക്കെടുത്തരുത്. നിന്റെ 350 ഉറുപ്പിക കൂതറ റമ്മ് മേടിക്കാനുള്ള സ്ഥലമല്ല ഇത്.
ഇത് VIP മേടിക്കുന്ന വില കൂടിയ സാധനം പറഞ്ഞ മനസ്സിലാവില്ല വെച്ചാ. ഇങ്ങനെ നിങ്ങളെ വെറുതെ ഒരു സാധനം പോയിട്ട് അപ്പുറത്ത് മേടിച്ചോണ്ടുന്നവിടെ ഒരു ജവാനെ ചോദിച്ചു ഞാൻ. ഞങ്ങൾ ഓരോരോ തസ്കയിലാണ്. ഞാനിവിടെ പ്രീമിയം കൗണ്ടറില്ല. അവിടെ പാരിജാതം പറഞ്ഞ ഒരാളുണ്ടല്ലോ. ഇക്കണ്ട ജനങ്ങൾ മുഴുവൻ ക്യൂവിൽ നിന്ന് പോയി മേടിക്കുന്നതാണല്ലേ ഈ 300-350 രൂപയുടെ സാധനം. അവിടെ പോയി മേടിക്കേ. ആഹാ, അതെ, ഇത് VIP-കൾക്കുള്ള, അതാണ് ലോക്കലുകൾക്കുള്ള. നിങ്ങളൊക്കെ അവിടെ പോയി മേടിച്ചാൽ ഇതൊരു വിവേചനാണ്. പാവപ്പെട്ടനും പണക്കാരനും തമ്മിൽ അന്തരണ്ടേക്ക ബൂർഷാധിപത്യം. ഇത് ഞാൻ വിടൂല. ഇതിന് ശക്തമായ സമരം ചെയ്യും. ഞാൻ ഉറപ്പിച്ചു. നീ എന്താ വിചാരിച്ചു ഈ ബൂർഷാധിപത്യത്തിന്റെ ബൽവേട്ടാ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ തിരക്കിങ്ങ് കണ്ടിട്ടേ എല്ലാം ഒന്നല്ലേ. അപ്പൊ ഒരു സാധനം മേടിക്കാൻ പറഞ്ഞു എന്തെല്ലാം ചീത്ത വിളിക്കുന്നത്. എന്താണ് സാറേ ഒരു സാധനം കൊടുത്തു? ഇയാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത് പ്രീമിയം കൗണ്ടറല്ലേ, ഇവിടെ വില കൂടിയ മദ്യം കിട്ടുള്ളൂ. ഇയാളുടെ കയ്യിലാകെ 350 ഉറുപ്പയുള്ളൂ. അതിന് വേണ്ട റമ്മ് വേണമെങ്കിൽ ആ ക്യൂലെന്ന് മേടിക്കണം. ഇത് നിങ്ങളെ പോലുള്ള ലോക്കലുകൾക്കുള്ളതാണ് ആ ക്യൂ. അവിടെ നിന്ന് മേടിക്കണം. ലോക്കലും മറ്റേ VIP ഒന്നും ഇയാൾ പറയണ്ട കേട്ടോ. ഞങ്ങള് ചക്കക്കുരു അല്ല കാശ് തന്നെ കൊടുക്കണത്. കാശ് കൊടുക്കണ പറഞ്ഞാൽ നിങ്ങൾ 1000-1500 ഉറുപ്പ്യ എന്നല്ലേ തരുന്നത്. ആയിക്കോട്ടെ, ഇയാളെ സാധനം വേണ്ട. നിങ്ങളെ വേണ്ടത് അവിടുന്ന് മേടിച്ചാൽ. പക്ഷെ കുറച്ചുകൂടി മാന്യമായിട്ട് ഞാൻ മാന്യമായിട്ട് സംസാരിക്കണേ. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഈ കള്ളു കുടിക്കാൻ വന്നവരല്ലേ. അവസാനിപ്പിക്കട്ടെ. ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. അതേ സാധനം എന്റെ ഉണ്ട്, നമുക്കിത് അടിക്കാം. നീ വാ എന്റെ കൂടെ വാടാ, വിഷമിക്കില്ലേ? അല്ലേ അത് കളയി തൊഴിലാളി. എന്തൊക്കെയായിരുന്നു രാവിലെ അടിപൊളി കാപ്പി, ഉച്ചയ്ക്ക് ഊണ്, അമ്മയെ നോക്കുന്നതിന് വൈകുന്നേരം ആകുമ്പോ 500 രൂപയും. അടികൊണ്ട് ചാവാഞ്ഞ ഭാഗ്യം. കഴുത്തിനെ ഞാൻ കിട്ടിയാർന്നുണ്ടല്ലോ അപ്പട്ട തീർന്നേനെ. അവര് കളരിയാന്നറ ചേട്ടാ, ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കുസ്തിക്കാരിന്ന് വിചാരിച്ചു കാണുമ്പോ. എല്ലാം കിട്ടിയില്ലേ? കാക്കടി അടി കാലക്കന്നെ മാറൂല, കൈക്കടി കൈക്കന്നെ അടി. എങ്ങനെ നോക്കിയാലും തിരിഞ്ഞും മറിഞ്ഞും കളിക്കാൻ പറ്റുന്നില്ല. അമ്മ ഞാൻ ചോദിക്കട്ടെ, അവിടെ നിന്ന് കൂലിയായി കിട്ടിയാ? കൂലി കിട്ടാണ്ട് അടി വാങ്ങി കൊണ്ടുവന്നു. ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടോ. എന്താ ഐഡിയ? ഇത്രയും അടി കിട്ടിയിട്ട് ദേഹമാസകലം നീര് വന്നു. ഡോക്ടറെ കണ്ട് ഇപ്പൊ ഇത്ര രൂപ ചെലവാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഏത് ഡോക്ടർ? അതെ, ഏതെങ്കിലും ഡോക്ടർ ആവട്ടെ, നീ ഞാൻ പറയുന്ന ആദ്യം കേക്ക്. ഇതിന് ഒരു എത്ര രൂപ നമുക്ക് വാങ്ങിക്കാം? എനിക്കൊരു കിട്ടുമോ? ഒരു 10,000 10,000 ചോദിക്കാം. സത്യശീലന്റെ നമ്മൾ വാങ്ങിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ഡോക്ടറെ കണ്ടിട്ട് കുറച്ച് സ്കാനിങ് ചെയ്ത് എക്സ്റേ എടുത്തിനെല്ലാം പറഞ്ഞിട്ട്. എങ്ങനെയുള്ളത്? എടാ നിന്നെയൊക്കെ പൊട്ടനാണെന്ന് വിചാരിച്ചു. നീ ആളെ ബുദ്ധിമാനല്ലോ. ഇപ്പടാ ഒരു സന്തോഷായി. അപ്പം തന്നെ പോയാലോ? നീ ഒരു കാര്യം ചെയ്യും, ഒരു 2000 രൂപ ഇങ്ങോട്ട് എടുത്തേ. എന്തിന്? ഇവിടെ 10 കിട്ടുന്നേ. 2000 രൂപ തരും. വന്നിട്ട് 100 രൂപ കൂട്ടി 200-100 രൂപ തരും. വാങ്ങിച്ചിട്ട് തരും. 10 കിട്ടൂലല്ലോ, ഉടായിപ്പല്ലേ നിങ്ങള്. എങ്ങനെ 10 കിട്ടാൻ? ഇവരൊക്കെ വർത്താനം പറയാൻ പാടില്ല. ഇവരോടൊന്നും ഒന്നും പറയാൻ കണ്ട. നെഗറ്റീവാണ് മൊത്തം. എല്ലാം നെഗറ്റീവ്. പോസിറ്റീവ് പറയടാ ഒരു ദിവസം. വലിയ പോസിറ്റീവ് ആണല്ലോ ഇപ്പൊ പറഞ്ഞു. പോയിട്ട് വരാം. ഹലോ സത്യേട്ടാ, നിങ്ങൾ വീട്ടില് മറ്റേ ഉണ്ണി വന്നിട്ടില്ലേ അമ്മേനെ നോക്കാൻ വേണ്ടിട്ട്? എന്തോ അടിയൊക്കെ ആയി എന്ന് പറഞ്ഞതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ ഉടായ്പായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ പൈസ പിടിക്കാനുള്ള പരിപാടിയാണ്. ഫുൾ ഉടായ്പാ. നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇപ്പൊ അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. എന്തേ വൈകിയത് എന്തേ? ട്രാഫിക് ബ്ലോക്ക്. ട്രാഫിക്കിന്റെ അവിടെ ഭയങ്കര റോഡൊക്കെ അവിടെ പണി നടക്കുന്നില്ലേ? അതായത് ഞങ്ങൾ വന്നത് എന്താന്ന് വെച്ചാല്, അതെ, ഇയാൾ ഇവിടെ വന്ന സമയത്ത് എൻ്റെ അമ്മ ഇയാളെ പിടിച്ചടിച്ചു, നല്ല ഇടി കൊടുത്തു. ഇയാളുടെ ഉള്ളൊക്കെ കലങ്ങി, നെഞ്ചൊക്കെ കലങ്ങി. ആശുപത്രിയിൽ പോയി ഒരു എക്സ്റേ എടുത്ത് നോക്കി, സ്കാൻ ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് ഉള്ളിലാകെ നീർക്കെട്ട് വന്നിട്ടുണ്ട്. ഇടി കൊണ്ടിട്ട് വളരെ കഷ്ടം. കറക്റ്റ് അല്ലേ? അപ്പൊ അതിൻ്റെയൊക്കെ നഷ്ടപരിഹാരമായിട്ട് ഇപ്പോ 10,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരണം. 5 പൈസ ഞാൻ തരില്ല.
5 പൈസ ഞാൻ തരില്ല അതന്നെ. തരൂലെന്നോ? ആ ഇനി എങ്ങാനും എനിക്ക് കേസ് കൊടുക്കാനാണ് എന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം മാനസിക രോഗമുള്ള ആള് വേറൊരാൾ എന്തെങ്കിലും ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ കേസ് കൊടുക്കാൻ ഒരു വകുപ്പില്ല, 5 പൈസ കിട്ടില്ല. മാത്രല്ല നീ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നിനക്ക് പൈസ വേണോ? ഞാൻ ഇപ്പൊ അമ്മയെ വിളിക്കാം. അമ്മേ അമ്മേ. അമ്മേനെ വിളിക്കണ്ട. അമ്മേ അമ്മോ ഒരു ചായയിലാ തുടക്കം. ചായ കുടിച്ചിട്ട് പോയാലോ? ഞാൻ ചോദിക്കട്ടെ, പുള്ളി ഇതെങ്ങനെ അറിഞ്ഞത്? ഇവിടെ എല്ലാം ഏയാണ്, പുതിയ ടെക്നോളജി, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം ഇങ്ങനെ കിട്ടും. ഒരു വയറില കളി കിട്ടേണ്ടത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പാരീസ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വിവരം പങ്കുവെക്കാനായിട്ടാണ്. നമ്മളെല്ലാവരും വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരാണ്. പെട്ടെന്നുള്ള മരണം സംഭവിച്ച് കുടുംബം അനാഥമാവുന്ന ഒരവസ്ഥ. ഇതിനൊക്കെ ഒരു പരിഹാരമായി വളരെ പ്രശസ്തനായ പാരമ്പര്യ സിദ്ധി കൈവരിച്ച ഒരു ഉണ്ണി വൈദ്യരുടെ വീടിന് മുന്നിലാണ് ഞാനുള്ളത്. ചെറിയ ഒരു കടയിൽ നിന്നും തുടങ്ങി ഇന്ന് ഈ എൻ്റെ പിറകിൽ കാണുന്ന രീതിയിലേക്ക് വളർന്ന് 10 പൈസ പോലും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഫലമില്ലാതെ തൻ്റെ മുന്നിലെത്തുന്ന സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളെ അത്ഭുത സിദ്ധിയുള്ള മരുന്ന് നൽകിക്കൊണ്ട് ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്ന ഒരു മഹാപ്രതിഭ, ഒരു അനുഗ്രഹീതൻ, ഈശ്വര തുല്യനായ ഉണ്ണി വൈദ്യരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഉണ്ണി വൈദ്യരെ നിങ്ങൾക്കായി ഞാനൊന്ന് പരിചയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ചികിത്സക്കായി സ്വന്തം വീട്ടുമുറ്റത്തിരിക്കുകയാണ്. വൈദ്യരെ നമസ്കാരം. വൈദ്യരെന്തോ ധ്യാനത്തിലാണ്. അദ്ദേഹം ഉണർന്നു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കും. ഇത് കിരൺ വൈദ്യൻ, ഉണ്ണി വൈദ്യന്റെ ചെറിയച്ഛന്റെ മകനാണ്. അത് ചെറുവൈദ്യർ. അദ്ദേഹം എന്തോ മരുന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവിച്ച് ഉണ്ണി വൈദ്യർ പെട്ടെന്ന് തട്ടിപ്പോയാൽ തന്നെ ഈ ഔഷധത്തിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ പരമ്പരയെ മുഴുവൻ ഈ ഔഷധക്കൂട്ടും ഈ ചികിത്സയും അദ്ദേഹം കൂടെ നിർത്തി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉണ്ണി വൈദ്യർ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. ഉണ്ണി വൈദ്യരെ നമുക്കൊന്ന് പരിചയപ്പെടാം. വൈദ്യരെ നമസ്കാരം. നമസ്കാരം. ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോൾ അങ്ങയുടെ ചികിത്സയെ കുറിച്ച് അറിഞ്ഞ് അത് ഒരുപാട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. മരണത്തോട് മല്ലടിക്കുന്ന രോഗികളെ നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് ചികിത്സയാണ് അങ്ങ് ഇവിടെ നൽകുന്നത്? അതിനെക്കുറിച്ചൊന്ന് പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാമോ? രണ്ടാമത്തത് രണ്ടാമത്തത് ഞാനാണോ? പറഞ്ഞോളൂ. ആളുകൾ രോഗങ്ങൾ കൊണ്ട് നട്ടം തിരിയും. അപ്പോഴാണ് ഈ കുന്നംപുറത്ത് ഉണ്ണി വൈദ്യർ കുത്തിയിരുന്ന് നിർമ്മിച്ച ഒറ്റമൂലി. അതെ അതെ, അവിടെ പറഞ്ഞു. പല രോഗങ്ങൾ, പല ആൾക്കാർ, ഏത് രോഗമായിക്കോട്ടെ രോഗി വേണം, അത്രമാത്രം. ഏതോ രോഗിയായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവരെ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്, അവരുടെ രോഗം എന്താണെന്ന് നമുക്കൊന്ന് നേരിട്ട് കാണാം. മരണത്തിന്റെ നൂൽപ്പാലത്തിനിടയിലാണ് അല്ലേ? അതെ, രോഗി എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. രക്ഷിക്കണം വൈദ്യരെ, പെട്ടെന്ന് തളർന്ന് വീഴായിരുന്നു. പോകേണ്ട എല്ലാ ആശുപത്രിയും പോയി വൈദ്യരെ, വേറെ ഒരു വഴിയില്ല. അദ്ദേഹം എന്തോ ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള നാടി പിടിച്ചുള്ള നോട്ടമൊക്കെയാണ്. പ്രാർത്ഥനയിലാണ് അദ്ദേഹം. എന്തോ എന്താണെന്ന് അറിയാൻ സാധിക്കുന്നില്ല. ഇറങ്ങി ഓടും. മരുന്ന് കുടിച്ചാൽ ആൾ എഴുന്നേക്കും എന്നാണ് വൈദ്യരുടെ ഉത്തമ വിശ്വാസം. നമുക്ക് നോക്കാം.
കുടിപ്പിക്കുകയാണ് അദ്ദേഹം. ചുണ്ട് കൂടിയിട്ടുണ്ട്. ആ കൈയൊക്കെ പതുക്കെ അനക്കി തുടങ്ങിയിട്ടുണ്ട്. മരുന്ന് അപ്പടി കഴിച്ചില്ല എന്ന് തോന്നുന്നു. ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് വൈദ്യർ. രോഗിക്ക് ചെറിയൊരു അനക്കം. ഓടി തുള്ളി തുള്ളിച്ചാണ് അത് കൂടെ വന്നവരും സന്തോഷത്തിലാണ്. ഹലോ ഗൈസ്, നിങ്ങൾ കൺമുന്നിൽ കണ്ടില്ലേ ആശുപത്രിയിൽ നിന്നും മടക്കിയ രോഗിയെ ഉണ്ണി വൈദ്യർ പറഞ്ഞതുപോലെ തന്നെ എഴുന്നേറ്റ് നടത്തി അദ്ദേഹം ഓടിയത് നമ്മുടെ കൺമുന്നിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടെങ്കിലും, എന്ത് മഹാരോഗമുണ്ടെങ്കിലും ഉണ്ണി വൈദ്യരുടെ അടുത്ത് വരിക, നിങ്ങൾ ഭേദമായി പോവുക. അപ്പോൾ വീണ്ടും ഞാനൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.